സച്ചിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ഇയാള് നമ്മളെല്ലാരും കൊല്ലും. മോളെ, ഞാനൊരു വയസ്സനാ. മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അത് നീ മറക്കരുത്. നന്ദൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്. അനൂപ് എവിടെയാണെന്ന് നീ ഇവരോട് പറയണമെന്ന് ഞാൻ പറയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് മോള് തീരുമാനിച്ചാ മതി. ഞങ്ങൾ കൂടെയുണ്ട്. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അവൻ എവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഭൂമിയിൽ ഇനി നിങ്ങളും ഈ വീടും ഒന്നും ഉണ്ടാവില്ല. കത്തിത്തീർന്ന ശവങ്ങളും ഈ വീടിന്റെ അസ്ഥികൂടവും മാത്രമേ കാണൂ. തമ്പാനെ റെഡിയാണോ? നമ്മുടെ ആളുകളോടെല്ലാം പുറത്തിറങ്ങാൻ പറ. വേഗം അകത്തുള്ളവരെല്ലാം വിളിച്ച് വേഗം പുറത്തു പോകും. ശരിയാണോ? വാ വാ, ഇറങ്ങി ഇറങ്ങി, വേഗം വേഗം ഇറങ്ങി വാടാ അങ്ങോട്ട്. അരുത്, കൊല്ലരുത്. ഞങ്ങളെന്തിനാ കൊല്ലുന്നേ? ദയവ് ഇത് ഞങ്ങളെ കൊല്ലരുത്. അപേക്ഷയുടെ യാചനയുടെ സമയം കഴിഞ്ഞു. ഇനി കാണാൻ കളി. ഇപ്പൊ കത്തിത്തീരാൻ പോവാല്ല. വേണ്ട വേണ്ട, പ്ലീസ്. വേണ്ട. അണ്ണ, ഇത് അവന്മാരാ. എടുക്ക. ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. കിട്ടിയോ? എപ്പോ? ഒരുത്തനും കൂടെ ഉണ്ടല്ലേ? അണ്ണാ, അവന്മാരെ കിട്ടിയണ്ണ. അവൻ ഒളിപ്പിച്ച സ്ഥലം കിട്ടി. നമ്മുടെ ആളുകൾ ഇപ്പൊ അവന്മാരെ പൊക്കും. ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. അവനെ ഒളിപ്പിച്ച സ്ഥലം എന്റെ ആളുകൾ കണ്ടെത്തി. തൽക്കാലം ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. എനിക്ക് വേണ്ടത് അനൂപിനെ. അവൻ എനിക്ക് കിട്ടി. പക്ഷേ ഒന്നും മറക്കണ്ട. ഇപ്പൊ കൊന്നില്ല എന്ന് കരുതി ഇനി കൊല്ലില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ കയറി വന്നതും നമ്മുടെ കൂടിക്കാഴ്ചയെല്ലാം അവസാനത്തേതാണെന്നും കരുതണ്ട. അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ഇനി വരുന്നത് ഒരു ടാങ്കർ നിറയെ പെട്രോളുമായിട്ടായിരിക്കും. ഒരൊറ്റ എണ്ണത്തിന്റെ ചാരം പോലും ബാക്കി വയ്ക്കില്ല ഞാൻ. അതുവരെ ഇതൊരു ബ്രേക്ക് മാത്രം. തമ്പാനെ, വാടാ.